ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല രണ്ടിടത്തും. അതിലെ ഏറ്റവും ഭീഭത്സമായ കാഴ്ചകൾ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മയിലാണ്. ഒരു മത്സരമാകുമ്പോൾ പരാതി പറയലും പരിഭവം പറച്ചിലും അഴിമതി ചൂണ്ടിക്കാട്ടലും ഒക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അവിടെ ഒക്കെ കടന്ന് ഞങ്ങൾക്കിഷ്ടമില്ലാത്ത മത്സരിക്കുന്നവരോടും ജയിക്കുമെന്ന് തോന്നുന്നവരോടും ചിലർ കാണിക്കുന്ന തമ്മാടിത്തരങ്ങൾ എല്ലാ അതിരും വിട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇവരൊക്കെ നാളെ എങ്ങനെ മുഖാമുഖം നോക്കും എന്നതാണ് എൻ്റെ ചിന്ത. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തളയ്ക്ക് വിളിച്ചിട്ട് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഈ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഈ തെറി വിളിച്ചവരെ നോക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഫണ്ടിൽ കിടക്കുന്ന 7-8 കോടി കൈയിട്ട് വരാനും അമ്മയുടെ ഓഫീസ് ബ്രോക്കർ ഓഫീസാക്കാനും എതിരാളികളെ വെട്ടിയരിയാനും ഞങ്ങളേ ഉള്ളൂ ഇനി അമ്മ നയിക്കാനെന്നും വിചാരിക്കുന്ന ഒരു ചെറിയ കയ്യൂക്കുകാരും വലിയ ഒരു പക്ഷവും തമ്മിലുള്ള ബലാബലമായി ഈ തെരഞ്ഞെടുപ്പ് മാറുന്നു. ചെറിയ പക്ഷേ ഉള്ളൂ കേട്ടോ ഈ ഗുണ്ടാ സെറ്റപ്പുള്ള. ബാക്കി 500-505 അംഗങ്ങളുണ്ടെങ്കിൽ അതിൽ ഭൂരിപക്ഷം പേരും മറുവശത്താണ്. ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കയ്യൂക്കുള്ളവർ ഏത് ഹീനമായ വഴിയും ഉപയോഗിക്കുന്നു. അതിന് അമ്മയുടെ മാപ്പിളയായി സ്വയം ധരിച്ച് നടക്കുന്ന ഒരു യൂട്യൂബറെയും ഉപയോഗിക്കുന്നു.